കനത്ത മഴയിൽ വൈദ്യുതി മുടങ്ങിയതോടെ കൊല്ലം കുണ്ടറയിൽ താലൂക്ക് ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയ തടസ്സപ്പെട്ടു. ഇതോടെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. ജനറേറ്റർ തകരാറിലാണെന്നും ഡീസൽ വാങ്ങാൻ പണം ഇല്ല എന്നുമാണ് താലൂക്ക് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ഇന്നലെയാണ് പ്രസവത്തിനായി 2 ഗർഭിണികളെ കൊല്ലം കുണ്ടറ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. മഴ പെയ്തതോടെ ആശുപത്രിയിലെ വൈദ്യുതി തകരാറിലായി. ഇന്നലെ മുതലേ കറണ്ട് സത്യത്തിൽ മഴ പെയ്യുമ്പോൾ ഇടയ്ക്ക് കറണ്ട് വരും, കറണ്ട് പോകും. ഇടയ്ക്ക് ജനറേറ്റർ പ്രവർത്തിക്കുന്ന സൗണ്ട് നമ്മൾ കേട്ടു. പിന്നെ രാവിലെ ഇന്നലെ രാത്രിയിൽ മുഴുവൻ കറണ്ടില്ലായിരുന്നു. ആദ്യം ചോദിച്ചപ്പോൾ പുള്ളിക്കാരെ സമ്മതിച്ചില്ല. ഞാൻ ചോദിച്ചു തകരാറാന്ന് തോന്നി. ജനറേറ്റർ തകരാറാന്ന് പറഞ്ഞു. ഇന്ന് പുലർച്ചെ ഇരുവരെയും ലേബർ റൂമിലേക്ക് മാറ്റി. തുടർന്ന് വേദന ഉണ്ടാകാനുള്ള മരുന്നും ആശുപത്രിയിൽ നിന്ന് നൽകി. അവിടെ കൊണ്ടുവന്ന് ആക്കിയപ്പോൾ ഇന്നലെ തൊട്ട് കറണ്ടില്ലാത്തത് കൊണ്ട് അവർക്ക് പറയാമായിരുന്നു. പക്ഷെ 4 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു, 6 മണിക്ക് പെയിനുള്ള മരുന്ന് കൊടുത്തു. അന്നേരം ഈ കറണ്ടില്ല എന്ന് പറയുന്ന സമയത്ത് 4 മണിക്കും 6 മണിക്കും ഈ പെയിനുള്ള മരുന്ന് കൊടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? രോഗികളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണെന്നും ആശുപത്രിയിൽ വൈദ്യുതിയില്ലെന്നും സൂപ്രണ്ട് ബാബുലാൽ രോഗികളുടെ ബന്ധുക്കളോട് പറഞ്ഞു. ജനറേറ്റർ പ്രവർത്തിപ്പിക്കാനുള്ള ഡീസൽ വാങ്ങാനുള്ള പണമില്ലെന്ന് സൂപ്രണ്ട് പറഞ്ഞതായും ബന്ധുക്കൾ 24-നോട് പറഞ്ഞു. അവിടെ ഡീസൽ ഇല്ല, ജനറേറ്റർ കംപ്ലൈന്റ് ആണ്, അതിന് ഡീസൽ ഇല്ല. അവിടെ ഇരിക്കുന്ന ഞങ്ങൾ ഇരിക്കുന്ന അത്രയും പേരോട് 500 രൂപ ചെറിയ ചോദിച്ചാൽ ഞങ്ങൾ കൊടുത്തേനല്ലോ. കൊടുക്കത്തില്ലേ? ഞങ്ങളുടെ മക്കളുടെ ജീവനല്ലേ ഞങ്ങൾ നോക്കുന്നത്. അവർക്ക് ആ ഡീസലിന്റെ ഇന്നത്തെ പൈസ ഞങ്ങൾ കൊടുത്തേനല്ലോ. അവരെന്താണ് അങ്ങനെ പറഞ്ഞേ? ജനറേറ്റർ തകരാറിലാണെന്നും ഡീസൽ വാങ്ങാൻ പണമില്ലെന്നും ആശുപത്രി സൂപ്രണ്ട് 24-നോട് സമ്മതിച്ചു. കണ്ടോടച്ചല്ലേ നമുക്ക് ജനറേറ്റർ പാരലൽ സംവിധാനം ഇല്ലേ സാറേ? ജനറേറ്റർ ഉണ്ട്, അത് കേടായി കിടക്കുവാ ഇപ്പം. അപ്പം അല്ല, രോഗികളോട് പറഞ്ഞു ജനറേറ്ററിനകത്ത് മേടിക്കാൻ പൈസ ഇല്ലെന്ന്. അത് ഡീസലിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം നിലവില് ജനറേറ്റർ വർക്ക് ചെയ്യുന്നില്ല. ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയ രോഗികളെ പ്രസവത്തിനായി ലേബർ റൂമിലേക്ക് മാറ്റി. 24 കൊല്ലം.